വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ജനങ്ങള് വല്ലാത്തൊരു ആശങ്കയിലാണ്. അല്ല, പൗരത്വ ഭേദഗതി ബില്ല് പിന്നെ ഇവിടെ രണ്ടാമത് നടപ്പിലാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ ഇവിടെ ഈ പിന്നെ വെറുപ്പ്, വിദ്വേഷം ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ വേറൊരു അജണ്ടയില്ല. തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണം. തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വർഗീയ കാർഡ് ഇറക്കാതെ അവർക്ക് രക്ഷയില്ല. കാരണം അങ്ങനെയാണ് BJP ഇവിടെ ഇന്ത്യ രാജ്യം പിന്നെ അധികാരത്തിൽ വന്നത്. രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ രഥയാത്രയും അത് വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങളും തമ്മിലുള്ള പിന്നെ അകൽച്ചയും ഒക്കെ ഉണ്ടാക്കിയത് ഒരൊറ്റ വിഷയമാണ്. ഇപ്പോൾ ഒരു വർഗീയ കലാപത്തിലൂടെ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഭരണം തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ചെയ്യും. ആ തരത്തിലാണ് ഇപ്പോൾ NRC പൗരത്വ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇതിൽ എതിർക്കുന്നുണ്ട്. നമ്മുടെ ആ ഭരണഘടന വിഭാവം ചെയ്യുന്ന പിന്നെ ഇത് ഒരു കാറ്റിൽ പരത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന് ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷ സമരത്തിനപ്പുറം കോടതിയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. കോടതിയിൽ ഞങ്ങൾ ഈ വിഷയം പിന്നെ ചോദ്യം ചെയ്യാനുമുള്ള നീക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ദേശീയ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അത് പറയുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. ഞങ്ങൾ ശക്തമായുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പം ഇന്നിപ്പോൾ എല്ലാ ഭാഗത്തും ഇന്ന് വൈകുന്നേരം ഇപ്പം ഞങ്ങൾ നോമ്പ് സമയമാകുമ്പോൾ ഇതുപോലെയുള്ള ഇതിനൊക്കെ റെസ്ട്രിക്ഷൻ കൊടുക്കണമെന്നാണ് പാർട്ടി. പക്ഷേ ഇന്ന് പിന്നെ രാത്രി നമസ്കാരത്തിന് ശേഷം എല്ലാ പ്രദേശങ്ങളിലും നൈറ്റ് മാർച്ച് നടത്തുകയാണ്. അത്രമാത്രം ജനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ മതസൗഹാർദ്ദവും മതേതരത്വവും ബഹുസ്വരതയും ഒക്കെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇതിന് എതിർക്കുന്നുണ്ട്. മുൻപത്തെ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു സമരം ഉണ്ടാവും. തീർച്ചയായും അല്ല, ഒരുമിച്ചല്ലെങ്കിലും യോജിച്ച പ്രക്ഷോഭം ഇതിന് അനിവാര്യമാണ്. യോജിച്ചമാണ് നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിൻ്റെതായ ചില ഡിസ്റ്റൻസുകൾ ഉണ്ടാവും. ഇപ്പോൾ UDF സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, LDF സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ പ്രക്ഷോഭ രംഗത്തുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യം ആശങ്ക ഇപ്പോൾ ഇതിവിടെ നടത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ BJP ഇതര ഗവൺമെന്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊന്നും നടപ്പിലാക്കുന്നില്ല. അപ്പം ഇത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു തുരുപ്പിച്ചിട്ടാണ്. അതിനെതിരെ ശക്തമായുള്ള പ്രക്ഷോഭ സമരത്തിന് മുസ്ലിം ലീഗ് തന്നെ നേതൃത്വം കൊടുക്കും, ഒരു സംശയമല്ല. സമാന ചിന്താഗതിക്കാരായ മുഴുവൻ ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കും. അതിൻ്റെ തുടക്കം ഇന്ന് വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രിയൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കൂടെ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഏവർക്കും ലൈസയുടെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ.